വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 17 അധ്യായം 3-5 വാക്യങ്ങൾ. ഇപ്പോൾ യഹോവ യെഹോശാഫാത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഹോവ അവന്റെ കയ്യിൽ രാജ്യം ഉറപ്പിച്ചു. എല്ലാ യഹൂദയും യഹോശാഫാത്തിന് സമ്മാനങ്ങൾ നൽകി. അവന് ധാരാളം ധനവും മാനവും ഉണ്ടായിരുന്നു. ഇന്ന് പലരും സമ്പത്തിന്റെയും ബഹുമാനത്തിന്റെയും സമൃദ്ധിയുടെയും പിന്നാലെ ഓടുന്നു. എന്നിരുന്നാലും അവർ എത്ര വേഗത്തിൽ അവരെ പിന്തുടർന്നാലും ഈ അനുഗ്രഹങ്ങൾ പലപ്പോഴും കൂടുതൽ അകന്നു പോകുന്നതായി തോന്നുന്നു. യഹോശാഫാത്ത് അനുഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയില്ല. പകരം സമ്പത്തും ബഹുമാനവും അവനെ തേടിയെത്തി. രഹസ്യം എന്തായിരുന്നു? ബൈബിൾ ഉത്തരം നൽകുന്നു. യഹോവ യഹോശാഫാത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അവൻ നിങ്ങളോടൊപ്പമുള്ളപ്പോൾ സമ്പത്തും ബഹുമാനവും മഹത്വവും നിങ്ങളെ പിന്തുടരും. പ്രവാചകനായ അസര്യാവ് പ്രഖ്യാപിച്ചു, യഹൂദിയയിലെയും ബെന്യാമീനിലെയും നിങ്ങൾ എല്ലാവരും എന്റെ വാക്ക് കേൾക്കുവീൻ. നിങ്ങൾ അവനോട് കൂടെ ആയിരിക്കുമ്പോൾ യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. നിങ്ങൾ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. ഇത് 2 ദിനവൃത്താന്തം 15 അധ്യായം 2 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവുമായുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കുന്നുണ്ടെന്ന് എല്ലാ ദിവസവും ഉറപ്പാക്കുക. അതിരാവിലെ എഴുന്നേൽക്കുക, അവന്റെ മുൻപിൽ മുട്ടുകുത്തുക, അവന്റെ വചനം ധ്യാനിക്കുക, അവനെ നിങ്ങളുടെ സ്വന്തമാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ സാന്നിധ്യം ഒരു വിലയേറിയ നിധി പോലെ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. അവൻ നിങ്ങളെ വിട്ടുപോകാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു വ്യക്തിയുടെ മഹത്വം സമ്പത്തിലോ സ്വാധീനത്തിലോ വിദ്യാഭ്യാസത്തിലോ ജ്ഞാനത്തിലോ അല്ല. അത് യഹോവ അവനോടൊപ്പമുണ്ടെന്ന വസ്തുതയിലാണ്. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. യഹോവ നോഹയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. യഹോവ ഹാനോക്കിനോട് കൂടെ ഉണ്ടായിരുന്നു. മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. പൗലോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ പ്രഖ്യാപിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആരാണ് നമുക്ക് പ്രതികൂലം എന്ന്. ഇത് റോമർ 8 അധ്യായം 31 വാക്യത്തിൽ കാണപ്പെടുന്നു. തീർച്ചയായും കർത്താവ് നമ്മോടൊപ്പമുള്ളപ്പോൾ ഒരു ശത്രുവിനും നമ്മുടെ മുൻപിൽ നിൽക്കാൻ കഴിയുകയില്ല. ഒരു ദുഷ്ടനും നമ്മെ ജയിക്കാൻ കഴിയുകയില്ല. നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എത്ര മഹത്തായ സാക്ഷ്യം! കർത്താവ് യഹോശാഫാത്തിനോട് കൂടെ ഉണ്ടായിരുന്നു. ലോകം നിങ്ങളെ നോക്കി യഹോവ നിങ്ങളോടൊപ്പമുണ്ടെന്ന് കാണട്ടെ എന്ന് പറഞ്ഞേക്കാം. അവന്റെ സാന്നിധ്യവും മഹത്വവും നിങ്ങളുടെ മുൻപിൽ പോകുമെന്നും ആത്മാവിന്റെ ദാനങ്ങളും ശക്തിയും നിങ്ങളിൽ വസിക്കുമെന്നും വിശ്വസിക്കുക. അവന്റെ പുനരുത്ഥാനത്തിനു ശേഷം യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു. ലോകം അത് കണ്ടു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അനുബന്ധ അടയാളങ്ങളിലൂടെ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഇത് മർക്കോസ് 16 അധ്യായം 20 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഇന്ന് നിങ്ങളോടൊപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ തീർച്ചയായും നിങ്ങളോടൊപ്പമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 118 അധ്യായം 6 വാക്യം. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യിരെമ്യാവ് 30-31 അധ്യായങ്ങൾ, വൈകുന്നേരം ഫിലോമോൻ 1 അധ്യായം.